ഇപ്പോൾ വരവ് കണ്ടിട്ട് ഇറങ്ങിയേക്കാണ് ഷാജി കൈലാസിൻ്റെ, അതേപോലെ തന്നെ ജോജു ജോർജാണ് സ്റ്റാറിങ്. അപ്പോൾ തുടക്കം തന്നെ ഫൈറ്റാണ്. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ബസ്സിൻ്റെ ഫൈറ്റാണ്, അതിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പടത്തിന് ചില മിസ്സിങ്ങുകളുണ്ട്, അത് ഞാൻ പോണ വഴിക്ക് പറയാം. അപ്പോൾ പരോളിന് വരുന്ന വരവ് അത് നിങ്ങൾക്ക് ട്രെയിലറിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഒന്നല്ല പല വില്ലന്മാരുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്, ഒരു ഡസൻ വില്ലൻ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് ഒക്കെ ഇച്ചിരി മോശമാണ്, കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആക്കാമായിരുന്നു. പടം നമ്മ പ്രതീക്ഷിച്ച അത്ര ഇല്ല. വരവെന്നൊക്കെ പറയുമ്പോൾ നമ്മ എന്തുകൊണ്ട് പ്രതീക്ഷിച്ചത്രയില്ല സംബന്ധിച്ച് നമ്മുടെ സ്ക്രിപ്റ്റാണ് ഒന്നാമത്തെ കാര്യം. മറ്റേ ഇതിൽ സാജനൊക്കെ ഇല്ലേ, ഇതിലെ ചിന്താമണി കൊലക്കേസും പിന്നെ അങ്ങനെയൊക്കെ എഴുതിയ ഇതൊക്കെ അങ്ങനെ ഒരു പുള്ളിയായിരുന്നു, അത്ര നല്ല സ്ക്രിപ്റ്റൊക്കെ എഴുതിയത്. അപ്പം ഇതിലോട്ട് വന്നപ്പോൾ സ്ക്രിപ്റ്റ് ഭയങ്കര ശോകമാണ്. മൊത്തത്തിൽ കുഴപ്പമില്ല, കണ്ടിരിക്കാം. പണ്ടത്തെ ഒരു ഇതില്ലേ സ്ക്രിപ്റ്റ് ഇങ്ങനെ തട്ടിക്കൂട്ടി കൊണ്ടെന്നൊക്കെ പറയൂലേ, അങ്ങനെ പിന്നെ ഞാൻ പ്രതീക്ഷ വന്നത് ഇതില്ലേ ഒരു ഷാജി കൈലാസ് പടം എന്ന ഇതിലാണ് ഞാൻ പടം കാണാൻ വന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഷാജി കൈലാസിന്റെ പഴയ എല്ലാ സെറ്റപ്പ് ഉണ്ട്, പക്ഷെ പുതിയതിലേക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി എത്തിയിട്ടില്ല എന്ന് പറയണം. പിന്നെ ജോജു ഷാജി കൈലാസ് പോകുമ്പോൾ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, അതങ്ങനെ കാണാൻ വന്നു. പക്ഷേ ഒരു പ്രതീക്ഷിച്ച അത്ര ഒരു ഇതിൽ വന്നിട്ടില്ല പടം. നമുക്കൊരു പ്രതീക്ഷിച്ച് ഷാജി കൈലാസ് എന്ന് പറയുമ്പോൾ ആ കമ്മീഷണർ ഏകലവ്യൻ അങ്ങനെയൊക്കെ എടുത്ത പുള്ളി ഇതിലോട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് കയറും, പക്ഷെ അങ്ങോട്ട് കയറിയിട്ടില്ല. ഒരു ആവറേജ് സ്ക്രിപ്റ്റും അല്ല, ആവറേജ് അല്ല, ബിലോ ആവറേജ് ഒരു സ്ക്രിപ്റ്റും അങ്ങനെ ശോകം കുഴപ്പമില്ലാത്ത സംവിധാനം വെച്ച് നോക്കുമ്പോഴും ഭയങ്കര ആവറേജ് ആണ്. മാർക്കോന്റെ കുറെ, അതായത് റഷ്യക്കാര്, റേഞ്ച് റോവർ, പിന്നെ അതേപോലെ തന്നെ നീഗ്രോകള്, ഇവരൊന്നും ഇല്ലാണ്ട് ഇനിയിപ്പോ മലയാള സിനിമയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഒരു സിനിമ എങ്ങനെ ഹിറ്റാവുന്നു എന്ന് നോക്കിയിരുന്നിട്ട് അതേ കമ്പാരിസൺ, അതേ സിമിലാരിറ്റി കൊണ്ടൊന്ന് അടുത്ത പടം ഹിറ്റാക്കാൻ നോക്കും. അവിടെയാണ് പോരായ്മ എന്ന് പറയുന്നത്. ഡിഫൻഡർ എന്ന് പറയുന്നത് മാർക്കോ വിജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പടത്തിലും ഡിഫൻഡർ കൊണ്ടുവന്നിട്ട് പടം വിജയിക്കില്ല. പിന്നെയുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ ഇവിടെ ഇറങ്ങിയതുകൊണ്ട് ഈ മാർക്കോൻ്റെ ഒരു റെഫറൻസും, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ വില്ലന്മാർ, കോട്ട് സൂട്ട്, ഡിഫൻഡർ, അതുപോലെ റഷ്യക്കാർ, അങ്ങനെയുള്ള കുറേ പേര് ഇറങ്ങിയതുകൊണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കൊന്നും മലയാള സിനിമയ്ക്ക് കാണിക്കാണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏലിയൻസിനൊക്കെ ഗുണ്ടകളൊക്കെ ആയിട്ട് ഇറക്കേണ്ടി വരും. അപ്പോൾ അതങ്ങനെ ഇറക്കി വെച്ചുകൊണ്ട് ഇപ്പം ഇനി എന്തിറക്കി കഴിഞ്ഞാലും അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് തോന്നുന്നത് ഒരു സ്വാഭാവികമാണ്. ഇതിൽ റഷ്യക്കാർ, നീഗ്രോസൊക്കെ ഗുണ്ടകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഫൈറ്റൊക്കെ നല്ല അടിപൊളിയൊക്കെയാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഫിനിഷിങ് ഓറുമുണ്ട്. നമുക്ക് എന്തായാലും വൺ ടൈം വാച്ചബിളാണ്, പക്ഷേ നമുക്ക് ഒരു ഗ്രേറ്റ് സ്റ്റഫ് എന്ന് പറയാൻ പാകത്തിന് നമുക്കത് അങ്ങോട്ട് വരുന്നില്ല. കാരണം ഒരുപാട് ഷാജി കൈലാസിൻ്റെ പടങ്ങൾ കണ്ടിട്ട് നമുക്ക് കോൾമയർ കൊണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ ആ ഒരു സെറ്റപ്പിലേക്ക് ഇത് വരുന്നില്ല. ഒരു പക്ഷേ ഇനിയിപ്പോൾ പഴയ സെറ്റപ്പിൽ നിന്ന് പോവുകയും ചെയ്തു എന്നാൽ പുതിയ സെറ്റപ്പിലേക്കിട്ട് വന്നില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ നെഗറ്റീവായിട്ട്. നല്ലൊരു അടിപൊളി സ്റ്റോറീനെ ഇതേപോലെ ഒരു സ്ക്രിപ്റ്റിലൊരു ഫിനിഷിങ് ഇല്ലാത്തോണത്തിലേക്കാണ് കഥ വന്നേക്കുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കി അഭിനയം എല്ലാവരുടെയും സെറ്റപ്പാണ്, ഡയറക്ഷൻ സെറ്റപ്പാണ്, അതേപോലെ തന്നെ പശ്ചാത്തലം ഒക്കെ സെറ്റപ്പാണ്. എല്ലാവർക്കും റോളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റോളുകൾ കൊടുത്തിട്ട് വരുമ്പോൾ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഫോക്കസ് ഇല്ലാണ്ടായി പോയി എന്നുള്ളത് തന്നെയാണ്. പല സിനിമകളും റെഫറൻസുകൾ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. പല സിനിമകളായിട്ട് സിമിലാരിറ്റി തോന്നുന്നത് എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചിട്ടുള്ള അതേ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാണ്. മാറ്റി ചിന്തിക്കണം, മനസ്സിലായോ? സിനിമ എന്ന് പറയുമ്പോൾ ഡിഫൻഡർ ഇനി പല സിനിമകളിലും ഉപയോഗിക്കാൻ പാടില്ല. നമുക്കപ്പം ഓടി വരുന്ന മാർക്കോയാണ്. പിന്നെ മാർക്കോയിൽ അഭിനയിച്ചേക്കുന്ന വില്ലന് ഈ പടത്തിൽ തന്നെ ഉണ്ട്, മനസ്സിലായോ? പിന്നെ കഥ നമുക്ക് പല സിനിമകൾ, സുരേഷ് ഗോപിയുടെ, മമ്മൂട്ടി, മോഹൻലാലിൻ്റെയൊക്കെ പല സിനിമകളും നമുക്ക് കയറി വരുന്നുണ്ട് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഈ ചേസിങ് സീനിലൊക്കെ ക്യാമറ നമുക്ക് കാണുമ്പോൾ ഒരുമാതിരി ഇതില്ലേ ഭയങ്കര തലകറക്കം പോലെ ഇറങ്ങുന്നത്. കുറേ മറ്റേ ഷോട്ടൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഒരു ചേർന്ന് കുഴപ്പമില്ലാത്ത പാട്ടമാണ്. നമ്മൾ പ്രതീക്ഷ അത്ര വന്നില്ല, അത്രേ ഉള്ളൂ. ജോജു എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ മലയാളത്തിലുണ്ടോ? ഇല്ല. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയതാണ്. അദ്ദേഹത്തിന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ആ ഒരു സിനിമയിൽ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ജോജു ജോർജിൻ്റെ ഒക്കെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കണം. ഷാജി കൈലാസ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ അല്ലാന്നല്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പാട്ടുണ്ട്, ആ പാട്ടിലാണ് പടം തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആ പടത്തിലേക്ക് നമ്മൾ ലയിക്കും. ആദ്യം ഒരു സ്റ്റണ്ടോട് കൂടിയാണ് പടം തുടങ്ങുന്നത്. ആ സ്റ്റണ്ട് മാറ്റിയിട്ട് ആ പാട്ടിലൂടെ തുടങ്ങി ആ നായകനെ ബൂസ്റ്റ് ചെയ്തെങ്കിൽ പടത്തിൻ്റെ ഒരു റേഞ്ച് മാറിപ്പോകും. പിന്നെ അങ്ങനെ കൊണ്ടുപോകും.
അപ്പോൾ അത് കഥ കുറച്ചും കൂടെ ബെറ്ററാക്കാമായിരുന്നു. പല സിനിമകളുടെയും റെഫറൻസ് ഉണ്ട്, ഇതിൽ എനിക്ക് കുട്ടികളായിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കുന്ന എല്ലാ നടന്മാർക്കും ഇതിനകത്ത് ക്ലോസ് ഷോട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്, മനസ്സിലായി. അപ്പം നമുക്ക് കഥാപാത്രം നായകനിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നമ്മൾ ശ്രദ്ധ ഫോക്കസ് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകാൻ പാടില്ല സിനിമ. ഷാജി കൈലാസിനെ പണ്ടെടുത്ത് വെച്ചവർ അത്തരമൊന്നും എത്തിയിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു പടവും. സാംസിയസിൻ്റെ മ്യൂസിക് കൊള്ളാം, അത്യാവശ്യം കൊള്ളാറുണ്ട്. ക്യാമറയൊക്കെ എങ്ങനെയുണ്ട്? പല ലെയറുകളുള്ളൊരു സ്ക്രിപ്റ്റാണ്, ഒന്നല്ല പല വില്ലന്മാരുണ്ട്. ജോജു ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്രസൻസ് ആണ് കേട്ടോ. കണ്ണിലെ മറ്റേ ഗാംഭീര്യം ഉണ്ടല്ലോ, അത് ഈ ഷാജി കൈലാസിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റേ സിംഗിൾ ഷോട്ടിൻ്റെ പരിപാടികൾ, ഒരാളെ വെച്ച് മാത്രമുള്ള ഷോട്ടുള്ള. അപ്പോൾ അതിലൊക്കെ ജോജു ജോർജിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസൻസാണ്. കണ്ണ്, ആ നോട്ടം, മറ്റേ മുടി, അതുപോലുള്ള പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. മുരളി ഗോപി ആണ് മെയിൻ വില്ലൻ, മേടയിൽ കൊച്ചേട്ടൻ. പിന്നെ അതേപോലെ തന്നെ അഭിമന്യു തിരുകൻ്റെ പുള്ളിയുടെ മോൻ, അത് വേറൊരു വില്ലൻ. പിന്നെ ബൈജു, അങ്ങനെയുള്ള കുറേ പേരുണ്ട് പടത്തിൽ. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് പടമായതുകൊണ്ട് തന്നെ എല്ലാവരും ഉൾക്കൊള്ളാനായിട്ട് ഈ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവർക്കും കഥ കൊടുക്കുന്നത് കൊണ്ട് ഈ പലപ്പോഴും വില്ലനീന്നും നായകനീതും ഇത് ഫോക്കസ് ഔട്ടായി പോവുകയാണ്. പിന്നെ ബാബുരാജ്, പിന്നെ വാണി വിശ്വനാഥ്, അങ്ങനെ കുറേ മൾട്ടിപ്പിൾ സ്റ്റാറുകളുണ്ട്. കുറേ നാളിന് ശേഷം അത്യാവശ്യം നല്ലൊരു വില്ലൻ ക്യാരക്ടറായിരുന്നു കണ്ടത്. നല്ല ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ 10 ദിവസം കൊണ്ട് കഥ തീർക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. വെറും 10 ദിവസം കൊണ്ട് കഥ തീർക്കണം. ഈ 10 ദിവസം കൊണ്ടെല്ലാം കാണിച്ച് തീർക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് സ്ക്രിപ്റ്റ് കുറച്ച് ഭയങ്കര വീക്കായിരുന്നു. കഥ സെറ്റപ്പാണ്, ഡയറക്ഷൻ സെറ്റപ്പാണ്, ക്യാമറ ഈ സ്ക്രിപ്റ്റിനോട് തന്നെ അനുബന്ധിച്ച് വരുന്നുണ്ട്, നന്നായിട്ട് പണിയെടുത്തുണ്ട് ക്യാമറമാൻ. ഷാജി കൈലാസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പഴയ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല. പിന്നെയുള്ളൊരു പ്രധാന പ്രശ്നം, പഴയ ഷാജി കൈലാസ് വൈപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നോക്കുമെന്ന് എനിക്ക് ജോജുവിനൊക്കെ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒക്കെ സെറ്റപ്പ് ആക്കണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം മാത്രമല്ല, ഈ സാത്താന്മാർക്കെല്ലാം എന്തിനാണ് ഈ കുരിശ് കൊടുക്കുന്നത്? അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. സാത്താൻ കഥാപാത്രം ചെയ്യുന്ന എല്ലാവർക്കും കുരിശ് കൊടുത്തേക്കാണ്. കുരിശാണ് ശരിക്കും കർത്താവ് ഒരു സാത്താനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനങ്ങനെ കൊടുക്കണേ? അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. എന്തായാലും നല്ല കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം, മാസ് പടം കേട്ടോ. മാർക്കോൻ്റെ ഒരു പറയാണ്